തേങ്ങ ചുരണ്ടി കഴിഞ്ഞു. തേങ്ങ ചുരണ്ടി കഴിഞ്ഞു. ആ, ഇനി ആ ചിരവ കഴുകി വെച്ചിട്ട് തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കാൻ പറ. ചിരവ കഴുകി വെച്ചിട്ട് ചുരണ്ടി തേങ്ങ പിഴിഞ്ഞെടുക്കാൻ പറ. ഇത് ഏത് ബ്ലോക്കിലേക്കടാ? 8ാം ബ്ലോക്ക്. ആ, സൂക്ഷിച്ചു കൊണ്ടു. ഓ, പവിത്രനോട്ടേടാ. പവിത്രൻ എന്തെന്ന് ചോദിക്കുന്നു. പവിത്ര എന്തിയെന്ന് ചോദിക്കുന്നു. അയാൾ ഉറങ്ങുകയാണ്. അയാൾ ഉറങ്ങുകയാണ്. ആഹാ, സാറുമാർ ഉറങ്ങാണോ? ആ സാറാ. പവിത്രൻ സാറേ. സാമ്പാർ ഇളക്കടോ. ആ, എന്നിട്ട് കടുക് പറ. കടുക് എഴുന്നേക്കണം. സാറായിരുന്നു. ഓ, റെസ്റ്റിലായിരുന്നോ? അല്ല, ഞാനല്ലേ ചീഫ് കുക്ക്. ഈ വലിയ ഉദ്യോഗസ്ഥന്മാര് ജോലി ചെയ്യാൻ പാടില്ല സാർ. നിനക്കൊരു വിസിറ്റർ ഉണ്ട്. എനിക്കോ? 2 പോലീസ് ഓഫീസേഴ്സ്. എന്നെ കാണാൻ? കാര്യം എനിക്കറിയില്ല, പക്ഷെ ആളെ അറിയാം. ആന എസ്തപ്പാൻ, ഡിവൈഎസ്പി. ഈ ഊളപ്പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ആ തെണ്ടി കാരണം ഞാൻ അകത്ത് കിടക്കുന്നത്. അതെങ്ങനെ? അതൊരു നീണ്ട കഥയാ. നീണ്ട കഥയൊക്കെ പിന്നെ പറയാം. ആ സാറുമാരോട് വെയിറ്റ് ചെയ്യാം. അവർ വെയിറ്റ് ചെയ്യട്ടെ സാറേ. ആ സാറന്മാർക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടല്ലേ വെയിറ്റ് ചെയ്യാൻ പറയൂ. കോരച്ചട്ടൻ കഥ പറ. എന്നാ ഞാൻ പറയാം. പാറയ്ക്കൽ തറവാട്. തറവാട്ടിലൊരു ആന, പാറയ്ക്കൽ കാളിദാസൻ. ആ കാളിദാസന്റെ പാപ്പാനായിരുന്നു ഈ എസ്തപ്പാന്റെ തന്ത. ഒരിക്കൽ തന്തയ്ക്ക് വ്യാധി, പകരം മകം വന്നു. മൂന്ന് മാസത്തിനവ എസ്തപ്പൻ പെണ്ണിനെ ചാടിച്ച്. അതോടെ പെണ്ണിന്റെ അപ്പം പാറയ്ക്കൽ തോമാച്ചന് ഹാലളവി. ആസ്ഥാന ഗുണ്ടയെ വരുത്തി. ഇരുചെവി അറിയരുത്. എസ്തപ്പാനെ അങ്ങ് തട്ടിയേക്ക്. കേസും കോടതിയൊക്കെ ഞാനേറ്റു. എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടണം. അങ്ങനെ കൊട്ടേഷനുമായി ഞാൻ തലസ്ഥാന നഗരിയിലേക്ക് വണ്ടി കയറി. മച്ചമ്പി താമസിക്കുന്ന സ്ഥലവും കണ്ടെത്തി. ഒരിക്കൽ എനിക്കൊരു അവസരം ഒത്തു വന്നു. ഗുണ്ടാക്കോര. നിന്നെ കൊല്ലാനുള്ള കൊട്ടേഷനായിട്ട് വന്നതാ. എന്നെ കൊല്ലരുത് കോര. കോര, എന്നെ കൊല്ലരുത്. എന്നെ ജീവിക്കാൻ അനുവദിക്കണം കോര. ഞാൻ കാല് പിടിക്കാം. എന്റെ മനസ്സലിഞ്ഞ്. എന്റെ പൊന്ന് കോര സാറേ, എന്നെ കൊല്ലരുതേ. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്നെ കൊല്ലരുത് കോര. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. കോര, എന്നെ കൊല്ലരുത്. പോയിക്കോ. ആ, ഇനി കേരളത്തിൽ കണ്ടുപോവില്ല. ഇല്ല, ഇക്കടെ ഞാൻ ഈ രാജ്യം വിട്ടു പോയിക്കോളാം. ആരെങ്കിലും ചോദിച്ച ഈ ഗുണ്ടക്കോര നിന്നെ കൊന്നേ പറയാവുള്ളൂ. ഓ, അങ്ങനെ പറയൂ. പൊയ്ക്കോ. അന്ന് ഞാൻ അവന് 2 കൊടുത്ത് പറഞ്ഞു വിട്ടു. പിന്നെ ആ പയ്യന് പോലീസ് പണി കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല. യൂണിഫോം കിട്ടിയ അന്ന് തന്നെ തെളിയാതെ കിടന്ന 7 കേസ് എന്റെ തലയിൽ കെട്ടിവെച്ച്. അയ്യേ, 7 കൊല്ലത്തെ ശിക്ഷ. ചതിയായിപ്പോയി. 2 പടച്ചാലോ? ബ്യൂട്ടിഫുൾ ആയിരിക്കും. അയ്യോ, വേണ്ട വേണ്ടേ? എനിക്ക് പുറത്തിറങ്ങാനുള്ള ഓർഡർ ആഴ്ച വരും. ഓ, എനിക്ക് കാണേണ്ടത് അവനെയാ, പാറയ്ക്കൽ തോമാച്ചനെ. തിരിഞ്ഞു നോക്കിയിട്ടില്ല തെണ്ടി. ആ കഥയൊക്കെ പറഞ്ഞാ മതി. വന്നേ വാ. ശരി, ഞാൻ പോയിട്ട്. ചെല്ല്. സർ. നമസ്കാരം. വരാത്ര താമസം? അല്ല, അത് ഞാനിങ്ങനെ. രാജ, വേണ്ട. പവിത്രനോട് പോലീസ് മുറയൊന്നും വേണ്ടതേ. അവനെ കണ്ടറിഞ്ഞൂടെ ആളൊരു പാവമാണെന്ന്. നമസ്കാരം സാർ. നമസ്കാരം പവിത്ര. ഞാൻ എസ്തപ്പാൻ. നല്ല മാധുര്യമൂറുന്ന പേര്. കണ്ടാലും ബ്യൂട്ടിഫുൾ ആണോ? ആ. ഞാൻ വന്നത് പവിത്രനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിട്ടാ. സാർ ചോദിച്ചേട്ടെ. ഈ ആനന്ദപുരം കൊട്ടാരം ഒന്ന് കേട്ടിട്ടുണ്ട്? പിന്നെ ആ കൊട്ടാരത്തെ പറ്റി പവിത്രന് എന്തെങ്കിലും അറിയാമോ? 1898 മൂലം തിരുനാൾ പൂയം തിരുനാൾ മഹാരാജാവ് അതിഥികൾക്കായിട്ട് പണിതത്താണ് ഈ മന്ദിരവും കൊട്ടാരം. അതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്. അല്ല, ഇതെല്ലാം എഴുതി ഓടിന്റെ പലകം മോഷ്ടിച്ചനാണല്ലോ എന്നെ പോലീസ് പിടികൂടിയത്. അതാ നല്ല ഓർമ്മ. ഒരാഴ്ച മുമ്പ് കൊട്ടാരത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കിടയിൽ നിന്നും ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരുന്നു.
പോലീസിന്റെ അനാസ്ഥ കാരണം അന്വേഷണം വഴിമുട്ടിയെന്ന് പത്രത്തിൽ വായിച്ചിരുന്നു. ആ സ്കെലറ്റന് 3 കൊല്ലത്തോളം പഴക്കമുണ്ടെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. ഏതാണ്ട് 3 കൊല്ലം മുമ്പല്ലേ പവിത്രനെ കൊട്ടാരത്തിൽ മോഷ്ടിക്കാൻ കയറിയതും പിടിയിലായതും ഒക്കെ. ബ്യൂട്ടിഫുൾ. കലക്കി. പവിത്രന്റെ വീട് ചമ്പക്കുളത്തല്ലേ? അതെ. ആ, അപ്പോ ചമ്പക്കുളം സ്വദേശിയായ പവിത്രൻ 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ആനന്ദപുരം കൊട്ടാരത്തിൽ മോഷ്ടിക്കാൻ കയറാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയായിരുന്നു സാർ. കയ്യിലാണെങ്കിൽ 10 കാശുണ്ടായിരുന്നില്ല. ഓ, അപ്പോ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കൊട്ടാരം കണ്ടപ്പോ കാര്യമായിട്ട് എന്തെങ്കിലും തടയുന്നു കരുതി. എപ്പോഴാ കയറിയത്? പകല് സ്കെച്ചിട്ടു, സന്ധ്യക്ക് കയറി. അന്നവിടെ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടതായിട്ട് പവിത്രൻ ഓർക്കുന്നുണ്ടോ? ഇനി എന്റെ വായിന്ന് വല്ലതും വീണിട്ട് വേണം ഇനി കൊലക്കുറ്റത്തിനും കൂടെ എനിക്ക് ശിക്ഷ പിടിച്ചു തരാൻ. ഞാനൊന്നും കണ്ടിട്ടില്ല സാറേ. പവിത്ര എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. അതിന്റെ പേരിൽ പവിത്രന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഗുണമേ ഉണ്ടാവും. എന്ത് ഗുണം? എന്ത് ഗുണാ നീ പ്രതീക്ഷിക്കുന്നത്? എന്നെ ഒന്ന് പുറത്തിറക്കി തരൂ സാറേ. ഇവിടെ കിടന്ന് മടുത്തു. പവിത്ര, പോലീസിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു സഹായം പവിത്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ നമുക്ക് സർക്കാരിൽ അപേക്ഷ സമർപ്പിക്കാം. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാം. തീർച്ചയായും പവിത്രന്റെ ശിക്ഷ ഇളവ് ഇത് കിട്ടും. പുറത്തിറങ്ങിയിട്ടെങ്കിലും പ്രാർത്ഥനാ ടീമിൽ കയറി പറ്റണം. സാക്ഷ്യം പറഞ്ഞ് ശിഷ്ടകാലം ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കണം. ഞാൻ ചോദിച്ചതിന് പവിത്രന് ഉത്തരവൊന്നും പറഞ്ഞില്ല. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞ സാറിനെ കുഴപ്പത്തിലാക്കുവോ? ഹേ, ഈ പോലീസിനെ നമ്പിനാൽ. പവിത്ര, പോലീസാണെങ്കിലും ഞങ്ങളെ വിശ്വസിക്കാം. പറഞ്ഞോളൂ. അല്ല, കൊട്ടാരത്തിൽ എന്നെ കൂടാതെ വേറെ 2 പേരുണ്ടായിരുന്നു. അവരെ കണ്ട് ഞാൻ പേടിച്ച് പതുങ്ങി. രാത്രിയായപ്പോ ഒറ്റ അലർച്ച എന്നെ കൊല്ലല്ലെന്നും പറഞ്ഞു. ഞാൻ പതുക്കെ മറിഞ്ഞു നോക്കുമ്പോ അവരെ ഇനി കണ്ടാൽ നീ തിരിച്ചറിയൂ. അവരുടെ മുഖം ബ്യൂട്ടിഫുൾ ആയിട്ട് എന്റെ ഹൃദയത്തിലുണ്ട് സാർ. നീ എന്തുകൊണ്ട് ഈ കാര്യം അന്ന് പോലീസിൽ അറിയിച്ചില്ല? അല്ല, പോലീസുകാർ നല്ലവരായതുകൊണ്ട്. അല്ല, സാറിനെ ഉദ്ദേശിച്ചല്ല. സാറന്മാരെന്നെ കുഴപ്പിക്കില്ലല്ലോ അല്ലേ? പവിത്ര, ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് ഞങ്ങളെ വിശ്വസിക്കാം. സാറിന് എനിക്ക് വിശ്വാസം. ആ, ഈ സാറിന്റെ മുഖശ്രീ എത്ര പോരാ, ഒരു ഓമനത്തില്ല. പവിത്രൻ ചെല്ല്. നാളെ ഞങ്ങൾ വീണ്ടും വരും. വരുമ്പോ താരകണി 2 ബിരിയാണി വാങ്ങിക്കോണേ. സാറേ, എന്താടോ? ഒരു പെപ്സി തണുത്തതാ? ചില്ല.